കെപിസിസി അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ടുവെന്ന് അറിഞ്ഞ ഉടനെ വി.എം. സുധീരൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കേന്ദ്രമന്ത്രി വയലാർ രവിയെയും സന്ദർശിച്ചു. തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് വയലാർ രവിയും എ.കെ. ആന്റണിയും ഉമ്മൻചാണ്ടിയുമാണെന്ന് വി.എം. സുധീരൻ ഓർമ്മിച്ചു. കെപിസിസി അധ്യക്ഷ പദവി ലഭിച്ചു എന്നറിഞ്ഞുടൻ വി.എം. സുധീരൻ ആശീർവാദം ഏറ്റുവാങ്ങാൻ ആദ്യം പോയത് ക്ലിഫ് ഹൌസിലേക്ക്. നിയുക്ത കെപിസിസി പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ കാണുന്നത് തികച്ചും ആദ്യം വേണ്ടതായ ഒരു ഉപചാരമെങ്കിലും പാർട്ടിയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് പല അർത്ഥമാനങ്ങൾ നൽകി. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മുഖ്യമന്ത്രിയുടെ ചോയ്സ് മറ്റൊരാളായിരുന്നു എന്നതുകൊണ്ട് തന്നെ അടച്ചിട്ട മുറിയിലായിരുന്നു വി.എം. സുധീരനും വി.ഡി. സതീശനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. നിങ്ങൾ അജണ്ട തീരുമാനിക്കണം, അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അജണ്ടയുണ്ട്, അതനുസരിച്ച് പോകും. എല്ലാവരുമായി കൂട്ടായ പ്രവർത്തനം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നാളെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവർത്തകരുമായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോയി അതിന്റെ എല്ലാ കാര്യങ്ങളും, തെരഞ്ഞെടുപ്പാണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി, അതാണല്ലോ. ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം വി.എം. സുധീരൻ തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന വയലാർ രവിക്ക് അരികിലെത്തി. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തിയത് വയലാർ രവിയാണെന്ന് പറഞ്ഞുകൊണ്ട് സുധീരൻ സൗഹൃദത്തിന്റെ ഉപകാരസ്മരണകൾ പങ്കുവച്ചു. സുധീരൻ ഞാൻ ആദ്യം കണ്ട നാൾ മുതൽ വെരി ഹാൻസം യങ് സ്മോൾ മാന്. അന്ന് സുധീരനെ വളരെ ഇഷ്ടമായിരുന്നു. ഈ സുധീരനെ തലശ്ശേരി സംസ്ഥാന സമ്മേളനത്തിന് KSU പ്രസിഡന്റിന് ശേഷം ആദ്യമായി KSU കമ്മിറ്റിയിൽ വന്നു. അന്നേ സുധീരനെ വിളിച്ചൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്, തൃശ്ശൂർ ജില്ല നന്നാക്കി എടുക്കേണ്ടത് സുധീരൻ്റെ ജോലിയാണ്. പക്ഷെ അവിടെ നിന്ന് പിന്നെ സുധീരൻ ഇന്നുവരെ പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം ആലപ്പുഴയിൽ സുധീരൻ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനമുണ്ടായി. ആ തീരുമാനം എടുത്തത് ഡൽഹിയിൽ എൻ്റെ വീട്ടിൽ വെച്ചാണ്. മേഴ്സിയാണ് സുധീരനെ വിളിച്ചു വരുന്നത്, സുധീരൻ ആലപ്പുഴ നിൽക്കാം. യൂത്ത് കോൺഗ്രസ് KSU രംഗത്തെ പഴയകാല പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഭഗീരഥ ശ്രമത്തിലാണ്. അവർക്ക് എല്ലാ പ്രോത്സാഹനം നൽകി ചെറുപ്പക്കാരുടെ ഒരു നല്ല നിര കേരളത്തിലെ കോൺഗ്രസ് രംഗത്തേക്ക് കൊണ്ടുവരിക, അതോടെ തന്നെ ജനജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളിലും പെട്ടിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും പാർട്ടിയിലേക്ക് കൂടുതൽ ആകർഷിച്ച് മുന്നോട്ട് കൊണ്ടുവരിക, അതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. കെപിസിസി അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷമേ നയം വ്യക്തമാക്കൂ എന്ന് നേരത്തെ പറഞ്ഞുവെങ്കിലും ഇനിയുള്ള പോക്ക് എവിടേക്കായിരിക്കുമെന്ന ക്ലൂ സുധീരന്റെ നാവിൽ നിന്ന് അടർന്നു വീണു. ഇനിയും മുന്നോട്ട് വരാത്ത യുവനിരയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് തന്റെ ആദ്യ പരിപാടിയെന്ന് നിയുക്ത കെപിസിസി അധ്യക്ഷൻ പറഞ്ഞു.